ഈ BJP-ക്കാർ ഭ്രാന്ത് പിടിച്ച ചെന്നായ്ക്കളെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. ഇന്ത്യയിലെ ജനങ്ങളെ തമ്മിലടുപ്പിച്ച് മതത്തിന്റെ പേരിൽ കൊള്ളയും കൊലവിളിയും നടത്തുന്നതിന് അവർക്ക് യാതൊരു സങ്കോചവും ഒരിക്കലും തോന്നുകയില്ല. BJP-യുടെ ഉത്തർപ്രദേശിലെ ഒരു വനിതാ MLA-യുടെയും പശ്ചിമ ബംഗാളിലെ BJP-യുടെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെയും മുസ്ലിങ്ങൾക്ക് എതിരെയുള്ള വിഷം ചീറ്റൽ കേൾക്കുമ്പോൾ ഏത് നൂറ്റാണ്ടിലേക്കാണ് ഇന്ത്യയെ ഇവർ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാവും. ഇന്ത്യയിലെ ജനങ്ങളെ സംസ്കാരത്തിലും വിവേകത്തിലും അറിവിലും വളരുന്നതിന് സഹായിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പശ്ചിമ ബംഗാളിലെ BJP-യുടെ പ്രതിപക്ഷ നേതാവായ സുവേന്ദു അധികാരി പരസ്യമായി പറഞ്ഞതാണ് ഇത്. BJP അവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിയുമ്പോൾ എല്ലാ മുസ്ലിം MLA-മാരെയും നിയമസഭയിൽ നിന്ന് എടുത്തെറിയും എന്ന്. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇയാൾ പരസ്യമായി പ്രഖ്യാപിച്ചത് പശ്ചിമ ബംഗാളിലെ മുസ്ലിം MLA-മാരെ ഫിസിക്കലി, അതായത് കൈകൊണ്ടെടുത്ത് അസംബ്ലിയിൽ നിന്ന് പുറത്തേക്ക് എറിയുമെന്ന്. ഇവിടെ സുവേന്ദു അധികാരി ബംഗാളിയിൽ പറയുന്നത് കേട്ടുകൊള്ളൂ. സാമ്പ്രദായിക് പോലീസ്, സാമ്പ്രദായിക് സർക്കാർ, মুসলিম লীগ 2, মুসলিম লীগ 2, মুসলিম লীগ 2 উপড়ে ফেলবে বাংলার হিন্দু জনতা। এবার দেখা যাচ্ছে বিধানসভায় আপনারা কিছু বললে অধ্যক্ষ একটা কড়া অবস্থান নেওয়ার পক্ষে। কড়া না, বেপরোয়া, অসাংবিধানিক। অধ্যক্ষ এই কাজ কেজরিওয়াল করেছিল। বিজেন্দ্র গুপ্তা একা বিজেপির MLA ছিলেন, বাইরে ফেলেছিলেন। আজকে বিজেন্দ্র গুপ্ত স্পিকার, বিমান ব্যানার্জিকে, মমতা ব্যানার্জিকে হারাবো, আর ওদের দলে যে কটা মুসলমান MLA জিতে আসবে, বিজেপি সরকারে আসবে, করে তুলে রাস্তায় ফেলবো। এই রাস্তায় ফেলবো। എങ്ങനെയാണ് ഈ 21-ാം നൂറ്റാണ്ടിൽ സ്വബോധമുള്ള ആർക്കെങ്കിലും ഇങ്ങനെ പറയാൻ സാധിക്കുക? അത് സ്വബോധമുള്ളവർ ആണെങ്കിൽ. BJP എന്ന് പറയുന്ന പാർട്ടിയിൽ സ്വബോധമുള്ളവർ വളരെ കുറവാണ് എന്നുള്ളതാണ് വസ്തുത. എത്ര നിന്ദ്യമായതും ക്രൂരമായതും വൃത്തികെട്ടതുമായ വാക്കുകൾ പറയുന്നതിനോ മതോദ്വേഷം ചീറ്റുന്നതിനോ കൊലവെറി നടത്തുന്നതിനോ ഇവർക്ക് ഒരു സങ്കോചവുമില്ല. ഇങ്ങനെ പറയുന്നത് തെറ്റാണ് എന്നുള്ള ഒരു തോന്നൽ പോലും അവർക്കില്ല. ഈ പറയുന്നത് നാട്ടിലൂടെ തെക്കുവടക്ക് നടത്തുന്ന ഒരു ക്രിമിനൽ അല്ല, മറിച്ച് രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും MLA-യുമാണ് എന്ന് ഓർക്കണം. ഇത്തരം ആളുകളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ജനങ്ങൾ അപ്പോൾ എങ്ങനെയുള്ളവരാണ് എന്ന് വ്യക്തമല്ലേ? ഇനി BJP-യുടെ ഉത്തർപ്രദേശിലെ ഒരു MLA പറഞ്ഞ വാക്കുകൾ കണ്ടുകൊള്ളൂ. BJP-യുടെ ഒരു വനിതാ MLA ആയ കെറ്റ്കി സിംഗ് പറഞ്ഞതാണ് ഇത്. ഉത്തർപ്രദേശിൽ പുതുതായി വരാൻ പോകുന്ന മെഡിക്കൽ കോളേജിൽ മുസ്ലിമുകൾക്കായി സെപ്പറേറ്റ് ആയ വിങ് വേണമെന്ന്. എന്ത് സാധനമാണ് ഇതൊക്കെയെന്ന് ഒരു തരത്തിലും ചിന്തിക്കാൻ കൂടി പോലും ആവുന്നില്ല. അതും ഒരു വനിതാ MLA ഇങ്ങനെ പറയുക എന്ന് വെച്ചാൽ പൊതുവിൽ നമ്മൾ വിചാരിക്കുന്നത് വനിതകൾക്ക് കൂടുതൽ വിവേകവും കമ്പാഷനും ഉള്ളവർ ആണ് എന്നാണ്. എന്നാൽ അത് BJP എന്ന് പറയുന്ന കൂട്ടത്തിലേതാണെങ്കിൽ വനിതകളോ പുരുഷന്മാരോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേപോലെ വിപരദോഷികളും മതഭ്രാന്ത് പിടിച്ചവരും ആണ്. എന്ത് തരം ഭ്രാന്താണ് ഇത്? ഇവർ പറയുന്നത് ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് മുസ്ലിങ്ങൾക്ക് സെപ്പറേറ്റ് വിങ് വേണ്ടത് എന്നാണ്. ഹിന്ദുക്കളുടെ ഉത്സവങ്ങളായ ഹോളി, രാമനവമി, ദുർഗാപൂജ എന്നിവയിൽ മുസ്ലിങ്ങൾ സ്ഥിരമായി ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്നവരാണത്രേ. അതുപോലെ ഹിന്ദുക്കൾക്കൊപ്പം ചികിത്സ ലഭിക്കുന്നതിന് മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന്. അതിനാൽ ഹിന്ദുക്കൾക്ക് സുരക്ഷിതത്വം തോന്നിപ്പിക്കുന്നതിന് മുസ്ലിങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് ബിൽഡിംഗിൽ സെപ്പറേറ്റ് വിങ് ഈ മെഡിക്കൽ കോളേജിൽ സ്ഥാപിക്കണമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് അഭ്യർത്ഥിക്കുകയാണ് അവർ. ഹിന്ദുക്കൾ സുരക്ഷിതരായിരിക്കുന്നതിന് മുസ്ലിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ സെപ്പറേറ്റ് വിങ് അത്യാവശ്യമാണെന്ന്. ആർക്കറിയാം ഞങ്ങളുടെ ഭക്ഷണത്തിൽ ഇവർ തുപ്പുമോ എന്ന്? ഇതാണ് അവരുടെ വാക്കുകൾ. സീരിയസ്ലി ഗൈസ്, എന്തൊരു ജന്മമാണ് ഇത്? ഇങ്ങനെയും മനുഷ്യർ ഇക്കാലത്തും ഈ ലോകത്തിലുണ്ടോ? ഇതൊക്കെ മനുഷ്യനിൽ നിന്ന് ജനിച്ചതാണോ? ഇപ്പോൾ ഉത്തർപ്രദേശിലെ മോസ്കുകളൊക്കെ ഹോളി ആഘോഷത്തിന്റെ പേരിൽ പടുത കൊണ്ട് മറച്ചിരിക്കുകയാണ്. കാരണം ഹോളി ആഘോഷം എന്ന് പറഞ്ഞ് സാമൂഹിക വിരുദ്ധ പ്രവൃത്തി നടത്തുന്ന ഭ്രാന്തൻ സംഘികൾ മോസ്കുകളെ തല്ലിപ്പൊളിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്. അപ്പോൾ ആരിൽ നിന്നാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്? ആരുടെ സുരക്ഷയാണ് ഇവിടെ അപകടത്തിൽ? ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം, ഇവിടെ കോടതികൾ എന്ന് പറയുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇത്തരം വാക്കുകൾ കേട്ടിട്ടും നിരന്തരമായി ഇതുപോലെ വിഷം ചീറ്റിയിട്ടും ഇവർക്കൊക്കെ ഒരു പ്രശ്നവുമില്ല.
ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാപരമായ ബാധ്യതയുള്ള ഒരു സ്ഥാപനമുണ്ട്. ഇതുപോലെയുള്ള ആളുകളെ ആജീവനാന്തം രാഷ്ട്രീയത്തിൽ നിന്ന് വിലക്കേണ്ടതാണ്. അതുപോലെ സമൂഹത്തിൽ വിഷം കുത്തിവെക്കുകയും ജനങ്ങളെ മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കുകയും ചെയ്യുന്നതിന് മിനിമം ഇവരെയൊക്കെ ഒരു 30 വർഷം തടവിലിടേണ്ടതാണ്. പക്ഷേ മോദിയുടെ നോൺ ബയോളജിക്കൽ നാട്ടിൽ ഇങ്ങനെയുള്ള പേപ്പട്ടികൾ മന്ത്രിമാരും MLA-മാരും MP-മാരും കേന്ദ്രമന്ത്രിമാരും ഒക്കെ ആവുകയാണ് ചെയ്യുന്നത്. അത്ര അധപതിച്ചിരിക്കുകയാണ് 2014 ശേഷം ഇന്ത്യ. ഇത് ഒരു രാജ്യം എന്ന് പറയാനാവാത്ത അവസ്ഥയാണ്. വേറൊരു രസം, ഈ വാർത്തകളുടെയൊക്കെ അടിയിലും വന്ന് ഇതേപോലെയുള്ള പേപ്പട്ടികൾ ഇവർ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞ് കമന്റ് ഇടുകയും ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന എന്നെ പോലെയുള്ളവരെ തെറി വിളിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. സംസ്കാരവും വിവേകവും സംഖ്യകൾ എന്ന് പറയുന്ന വർഗത്തിന് അപ്രാപ്യമാണ്. അവരെ സംബന്ധിച്ച് സംസ്കാരം എന്നത് പാപമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും പച്ചയ്ക്ക് മുസ്ലിങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാനും അവിടങ്ങളിലെ രാജാക്കന്മാരെയും അമീർമാരെയും അളിഞ്ഞു കയറി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് എന്റെ സഹോദരനാണ് എന്ന് പറയുന്നതിന് മോദിക്ക് ഒരു ഉളുപ്പുമില്ല. ഏതാനും നാളുകൾക്ക് മുമ്പ് ഖത്തറിന്റെ എമീർ ഇന്ത്യയിൽ വന്നപ്പോൾ എല്ലാ പ്രോട്ടോകോളുകളും ലംഘിച്ച് വിമാനത്താവളത്തിൽ എത്തിയാണ് മോദി സ്വീകരിച്ചത്. എന്നിട്ട് അദ്ദേഹത്തെ അളിഞ്ഞു കയറി കെട്ടിപ്പിടിച്ച് എന്റെ സ്വന്തം സഹോദരനാണ് എന്നും പറഞ്ഞ് ആയിരക്കണക്കിന് ഫോട്ടോകളും വീഡിയോകളും ആണ് മോദി പോസ്റ്റ് ചെയ്തത്. എന്നാൽ ഈ മോദിക്കും കൂട്ടർക്കും സ്വന്തം രാജ്യത്തെ മുസ്ലിങ്ങൾ വേണ്ടാത്തവരാണ്. അവർക്കെതിരെ എത്ര നിന്ദ്യമായ വാക്കുകൾ പറഞ്ഞാലും നോൺ ബയോളജിക്കൽ ഇന്ത്യയിൽ അതിനെതിരെ നടപടിയെടുക്കാൻ സുപ്രീം കോടതി പോലും തയ്യാറാവുന്നില്ല. ജനങ്ങളെ ഭരിക്കുന്നവർ, ജനസേവകർ ഇങ്ങനെയാണെങ്കിൽ ഇവരെ പിന്തുണയ്ക്കുന്ന ആ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെയുള്ളവർ ആയിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. പേ പിടിച്ച നായ്ക്കളെക്കാളും ഭ്രാന്ത് പിടിച്ചവർ.